ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 കപ്പിന് അരക്കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കണം. പാൽ ഒരുപാട് അങ്ങ് ചൂടായി പോകാൻ പാടില്ല, ഇളം ചൂട് മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, കൂടെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/4 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാനൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 250 കപ്പിന് തന്നെ 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം കൂടി മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഒരു 5-6 മിനിറ്റെങ്കിലും നമുക്ക് നല്ല പോലെ പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് വലിച്ച് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരെ കുഴച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ചെടുത്ത ആ മാവ് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു കോട്ടൺ തുണി നനച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ നല്ലപോലെ പൊന്തിക്കിട്ടാൻ വേണ്ടി റെസ്റ്റിന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ചൂടായ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കും. ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പം ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതാ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, കൂടെ 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ പൊടികളെ പച്ചമണമെല്ലാം നല്ല പോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്, നല്ല പോലെ പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിൽ നിന്ന് എടുത്തിട്ട് ഏകദേശം ഒരേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണം ആക്കിയിട്ടാണ് ഇതിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരേ അളവിൽ തന്നെ 3 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 3 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 3ഉം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഇത് 3ഉം ഉരുട്ടിയെടുത്തിട്ട് ഇനി ഇത് നമുക്ക് ഓരോന്നും എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള 2 എണ്ണവും നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം.
ഇത് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല റൗണ്ടായിട്ടല്ല പരത്തിയെടുക്കേണ്ടത്, ഏകദേശം ഇതുപോലൊരു നീട്ടിയിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഫില്ലിങ് ഇതിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ അങ്ങ് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പുഴുങ്ങിയെടുത്ത മുട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. ഇതുപോലെ മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഇതവിടെ ഒന്ന് ഒട്ടി നിന്നോളും. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ കത്തി വെച്ചിട്ട് വരഞ്ഞിട്ട് കൊടുക്കാം. നമ്മളിതുപോലെ വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ഫില്ലിങ്ങിന് തട്ടാതെ വേണം വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയ. ഇതുപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ഒരു അറ്റം പിടിച്ചിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കാം. ഇനി ഈ വരഞ്ഞ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ടറ്റവും ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ മാവും നമുക്കിതുപോലെ തന്നെ അങ്ങ് പരത്തി കൊടുത്തതിന് ശേഷം അറ്റത്തുനിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി പുഴുങ്ങിയെടുത്ത മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. ഇനി ഈ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് അങ്ങ് കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വരഞ്ഞു കൊടുത്തതുപോലെ ഈ ഒരു ഭാഗം ഇതുപോലെ അങ്ങ് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ വരഞ്ഞ ഭാഗം മുകളിൽ കാണുന്നത് പോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ രണ്ടറ്റവും പിടിച്ചിട്ട് അകത്തേക്ക് അങ്ങ് മടക്കി കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇതൊരു അരമണിക്കൂറും കൂടെ നമുക്ക് കോട്ടൺ തുണി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇത് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പൊന്തി കിട്ടണം, അതിനു വേണ്ടിയാണ് അരമണിക്കൂറും കൂടെ മാറ്റി വെക്കുന്നത്. അങ്ങനെ ഇതിപ്പോൾ മാറ്റി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ എഗ്ഗ് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്ത എള്ളും പിന്നെ കുറച്ച് കറുത്ത എള്ളും കൂടെ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങളെ കയ്യിൽ എള്ളില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക, കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. എള്ള് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് വിതറി കൊടുത്തതിന് ശേഷം കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോയും കൂടെ ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കണം. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി അടികട്ടിയുള്ളൊരു പാത്രം അടച്ചു വെച്ച് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിലേക്കങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇതുപോലൊരു സ്റ്റാൻഡും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ആവി ഒട്ടും തന്നെ പുറത്തു പോകാൻ പാടില്ല. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. പിന്നീട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റുമാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ആ ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി കുറച്ച് ബട്ടർ ഇതുപോലെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.
ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.